ഇറാൻ അംബാസിഡർ ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണെന്നാണ്. അതുപോലെ തന്നെയാണ് അമേരിക്ക എന്ന രാജ്യത്തിന് എന്നും. അതായത് ഇന്ത്യയുടെ മുകളിൽ അമേരിക്ക എന്ന രാജ്യത്തിന് ഒരു കാര്യവും ബാൻ ചെയ്യാൻ കഴിയില്ല. ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇറാനിലെ ചബ്ഹാർ നഗരത്തിലെ ഷാഹിദ് ബെഹേഷ്തി തുറമുഖ ടെർമിനലിന്റെ വികസനത്തിനായിട്ട് ഇന്ത്യയും ഇറാനും തമ്മിലൊരു ദീർഘകാല ഡീൽ ഒപ്പുവെച്ചിരുന്നു. അതായത് 10 വർഷത്തെ ഒരു കരാറായിരുന്നു. ഇത് അമേരിക്ക എന്ന രാജ്യത്തെ ചൂടിപ്പിച്ചു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം 2016 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനും അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുകയുണ്ടായി. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ഒരു സാങ്ഷൻസ് ഇറാന്റെ കീഴിൽ വരികയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക പറഞ്ഞത് എന്താണ്? ഇറാനുമായിട്ട് ഒരു ബിസിനസ് ഇടപാടുകൾ നടത്തുന്ന ആർക്കും ഉപരോധത്തിന് സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. $120 മില്യൺ ആണ് ചബാർ പോർട്ടിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയായിരുന്നു. 2018 അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ആയിരുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു. അതായത് ഇറാനുമായിട്ട് ഈ ഒരു ഡീൽ നടത്തുന്നതിന്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് സമയത്തൊക്കെ മെഡിസിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയെ പണിഷ് ചെയ്യുമെന്നൊക്കെയുള്ള ഭീഷണികൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയുടെ S-400 മിസൈൽ സിസ്റ്റം റഷ്യയിൽ നിന്നുമായിരുന്നു ഇന്ത്യ എടുത്തിരുന്നത്. അതെല്ലാം ട്രംപിന്റെ സമയത്ത് അമേരിക്കയുടെ ഭീഷണികൾ ഇന്ത്യ നേരിട്ട വലിയ വെല്ലുവിളികൾ തന്നെയായിരുന്നു. ഇന്ത്യ എന്ന രാജ്യം ഡിപ്ലോമാറ്റിക് പരമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു സഖ്യത്തിലാണ്. അതായത് എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇന്ത്യ ഈ ഒരു കരാർ ഒപ്പിടാനുള്ള ഒരു സുപ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും ഈ മധ്യേഷ്യയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതുവഴി ഇന്ത്യക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് 2018 നവംബറിൽ ഈ ചബ്ഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ പാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അതിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കുകയായിരുന്നു. ഈ ഉപരോധത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെങ്കിലും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് അമേരിക്ക എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കൊക്കെ US നിരവധി നിബന്ധനകളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നെ ഈ അമേരിക്ക എന്ന രാജ്യത്തിന് ഇന്ത്യയെ പൂർണ്ണമായിട്ട് കൈവിടാനൊന്നും കഴിയില്ല. ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ. കാരണം 144 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്രൊഡക്ട്സും, ഉദാഹരണത്തിന് ഈ കോൾഗേറ്റ് പോലുള്ള പേസ്റ്റ് പോലും അമേരിക്കൻ കമ്പനിയുടെ നിർമ്മിതിയാണ്. അതായത് നിത്യോപയോഗ സാധനങ്ങളിൽ പലതും. ഇന്ത്യയിൽ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ അടിയാവുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ചബ്ഹാർ എന്ന തുറമുഖത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇന്ത്യക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഈ ഒരു തുറമുഖത്തിൽ 2 ടെർമിനലുകളാണ് വരുന്നത്. അതിൽ ഒരു ടെർമിനലിന്റെ കൺട്രോൾ ആണ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. അതായത് 254 ഹെക്ടറിൽ വരുന്ന ടെർമിനലിന്റെ കൺട്രോൾ ഇന്ത്യയിൽ നിന്നും ഈ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനിയും അതുപോലെ തന്നെ ഇറാനിൽ നിന്നും ഇറാന്റെ പോർട്സ് ആൻഡ് മാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നിവയും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു പോർട്ടിനെ 10 വർഷക്കാലത്തേക്ക് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആകുമെന്നുള്ളതാണ്. ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പൊ പുതിയ ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോവുകയാണ്. ഇവിടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അധികാരത്തിലേക്ക് വന്നാൽ ഇറാന് വീണ്ടും കൂടുതൽ ഉപരോധം നടക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും ചില സാങ്ഷനുകളും ഇന്ത്യയുടെ മുകളിൽ അമേരിക്കയ്ക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്.
ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയുമായിട്ട് ഈ ഒരു ഉരസൽ വേണ്ട എന്ന് വെക്കാമായിരുന്നു. കാരണം അമേരിക്ക ഇന്ത്യയുമായി നല്ലൊരു സഖ്യത്തിലാണ്. അത് ഇറാന് വേണ്ടി ഇത്രയും ഒരു റിസ്ക് എടുക്കാൻ ഇന്ത്യ എന്തിന് തയ്യാറാവുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഈ തുറമുഖങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ്. കാരണം തുറമുഖം ഇരിക്കുന്ന ലൊക്കേഷൻ അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് തന്നെ പറയാം. ഇത് ഇന്ത്യ ഓഷ്യൻസിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് തുറന്നിരിക്കുന്ന ഒരു പോർട്ടാണ് ഈ ചബ്ഹാർ പോർട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഗേറ്റ് വേ ആയി ഈ പോർട്ടിനെ ഇന്ത്യക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ആണ് ഇന്ത്യ ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പോർട്ട് കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന എക്കണോമിക് ബെനിഫിറ്റ് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒന്നും കാണാതെ ഈ ഒരു കരാറിൽ ഒപ്പിടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചില ഉപരോധങ്ങൾ ഇന്ത്യക്ക് മുകളിൽ നടത്താമെങ്കിലും പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താനും അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.